ഹായ് ഫ്രണ്ട്സ്. സ്നേഹം സ്നേഹം എന്ന് വെച്ചാൽ പ്രണയം മാത്രമല്ല. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം, പാരൻസും മക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹം, വർക്കറും ഓണറും തമ്മിലുള്ള സ്നേഹം. ഈ സ്നേഹങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവണം. അങ്ങനെയുള്ള സ്നേഹങ്ങൾ മാത്രമാണ് യഥാർത്ഥ സ്നേഹം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ചില സമയങ്ങളിൽ ഒരു ഭാഗത്തെ സ്നേഹം എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തി നമ്മളോട് കാണിക്കുന്നത് ശരിക്കും യഥാർത്ഥ സ്നേഹമാണോ അതോ അവരെ അഭിനയിക്കുകയാണോ എന്ന് തിരിച്ചറിയുവാനുള്ള വഴികളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, എല്ലാം വൺ സൈഡ് മാത്രമാവുന്ന ഒരവസ്ഥ. അതായത് കോൾ ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നതും അങ്ങനെ എല്ലാം ഒരു സൈഡ് മാത്രമാകുന്ന ഒരു അവസ്ഥ. യഥാർത്ഥ സ്നേഹത്തിൽ നീയാണ് ആദ്യം അല്ലെങ്കിൽ ഞാനാണ് ആദ്യം, നീയാണ് ആദ്യം വിളിക്കേണ്ടത് എന്നൊന്നില്ലാതെ രണ്ടാളും ഒരുപോലെ പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങൾ തിരക്കും. അങ്ങനെയുള്ള സ്നേഹങ്ങളാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമാണ്. ഇത് എപ്പോഴും ഒരാൾ മാത്രം അങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് മെസ്സേജ് അയക്കുക എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളത് തിരിച്ചറിയുക. 2, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവാണെങ്കിൽ രണ്ടുപേരും പരസ്പരം നല്ല വില കൽപ്പിക്കും. അവർ പരസ്പരം നന്നായിട്ട് ബഹുമാനിക്കും. 4 ആളുടെ മുന്നിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുകയോ അവരെ തമ്മിൽ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇനി അഥവാ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവരുടെ സ്നേഹം യഥാർത്ഥമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പരസ്പരം നല്ല സപ്പോർട്ട് ചെയ്യും. ഇനി ഈ ഒരു അവസ്ഥ തന്നെ നേരെ തിരിച്ചാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 3, ചില സാഹചര്യങ്ങളിൽ മാത്രമുണ്ടാകുന്ന സ്നേഹം. അതായത് നമ്മളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ മാത്രം അവർക്ക് നമ്മളോട് താല്പര്യം. ഇപ്പോൾ മുതലാളിയും തൊഴിലാളിയും എടുക്കുക എന്നുണ്ടെങ്കിൽ മുതലാളിക്ക് വേണ്ടി തൊഴിലാളി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മുതലാളിയുടെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തൊഴിലാളി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ മാത്രം മുതലാളിക്ക് തൊഴിലാളിയുടെ മേലെ ഒരു സ്നേഹം. ഇനി തൊഴിലാളി ഒരു ലീവ് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ മുതലാളിയുടെ ഒരു മുഖം മാറുന്ന ഒരവസ്ഥയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. 4, കുറവുകളെ അംഗീകരിക്കുന്നത്. അതായത് നമുക്കെന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മളോട് കുഴപ്പമൊന്നുമില്ലാതെയാവും അവർ പെരുമാറുക. അതുതന്നെ നമ്മളെ 4 ആളുടെ മുന്നിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ ഒരു മടി, ഇനി അവരോടൊക്കെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി വയ്ക്കാനൊരു മടി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ പക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാവും നിങ്ങളെ അവർ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. 5, വാക്ക് പാലിക്കാത്തവർ. ആദ്യം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്ക് തരും. ഈ കാര്യം സാധിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാര്യം സാധിച്ചതിന് ശേഷം നമ്മളെ ഒരിടത്തേക്കും അവർ കൊണ്ടുപോകില്ല. ഈ ഒരു പ്രവണത 1 വട്ടം 2 വട്ടം ആണെങ്കിൽ ഓക്കെ. ഇത് തന്നെയാണ് ഒരു 5-6 വട്ടമായി നടക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അത് വെച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീക്ക്നെസ് വെച്ച് കളിക്കുന്നവരെയും നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് കളവ് പറയുന്ന, നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന, അങ്ങനെ ചുരുക്കി പറഞ്ഞ സ്നേഹമാണ് തമ്മിരിച്ച് മറ്റുള്ളവർ കാണുകയെ സ്നേഹമുണ്ടെന്ന് നടിച്ച് എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹം ഉള്ളിലില്ലാത്ത ആളുകൾ ധാരാളം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുകയും യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടെത്തുകയും ചെയ്യുക. സ്നേഹത്തെ ചൂഷണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പ്രണയം. അതും കൗമാരപ്രായക്കാരിലുണ്ടാകുന്ന പ്രണയം. കൗമാരപ്രായക്കാരിൽ മാത്രമല്ല, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട് അല്ലേ? സോ അത്തരമൊരു കേസിൽ പോയി ആരും പെടാതിരിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.